ഒരു കൂട്ടം മലയാളികളുടെ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടുള്ള സ്വന്തം കേരളത്തിന്റെ സ്വന്തം പ്രൊജക്ട് ഡബിൾ റിച്ച്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നിലനിൽക്കുന്ന മണി മേക്കിംഗ് പ്രൊജക്ടുകളിൽ ഏറ്റവും വിശ്വസിക്കാവുന്ന 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒരു കൂട്ടം മലയാളികളുടെ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടുണ്ടായിരുന്ന 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമ്മുടെ ഡബിൾ റിച്ച് എന്ന് പറയുന്നത്. അതായത് 0.3% മുതൽ 3% വരെയാണ് ഇതിൽ ബിഡിംഗ് റിവാർഡായിട്ട് നൽകുന്നത്. അതായത് ഒരു വ്യക്തി $100 മുതൽ $10,000 വരെ നമുക്കിതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കിട്ടാം. പക്ഷേ ഇത് വെറും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം മാത്രമല്ല, ഇതൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം കൂടിയാണ്. കമ്മ്യൂണിറ്റി ബിൽഡപ്പാണ് ഇതിൻ്റെ മെയിൻ. വെറും ഒരു ഇൻവെസ്റ്ററായിട്ട് നിന്നാൽ പോലും നമുക്ക് 0.3% മുതൽ 3% വരെ നമുക്ക് ഡെയിലി ഇൻകം ആയിട്ട് ലഭിക്കും. എങ്ങനെ പോയാലും മന്ത്ലി ഒരു 20% അടുത്ത ആവറേജ് നമുക്ക് മന്ത്ലി നേടാൻ പറ്റും. അതാണ് കമ്മ്യൂണിറ്റിയുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിച്ചിടാം. $100 ആയാലും $500 ആയാലും $1000 ആയാലും നമുക്ക് വിശ്വസിച്ചിട്ടാം. FTF പോയതുപോലെ ഇപ്പോൾ പലരും പറയുന്നുണ്ടാവും ഇത് അടുത്ത FTF ആണ്, അടുത്ത GPT കോയിനാണ്. അതൊന്നുമല്ല, ഇത് 100% ട്രസ്റ്റബിൾ ആണ്. കാരണം നമ്മളൊരു കൂട്ടം മലയാളികൾ ചേർന്നുണ്ടാക്കിയ 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ് നമ്മൾ ഈ പറയുന്നത് ഡബിൾ റിച്ച് എന്ന് പറയുന്നത്. ഇത് FTF അല്ല, GPT കോയിൻ അല്ല, ഫിറ്റോച്ച് അല്ല, അതുപോലത്തെ വിദേശികളുടെ ഒരു സംഭവവും അല്ല ഇത്. എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് സ്കാം ആവുന്നത്? ഒരു പ്രൊജക്റ്റ് സ്കാം ആവണമെങ്കിൽ ഒന്നുകിൽ ഇവർ ഒരുപാട് പണം കിട്ടിയിട്ട് അവർ അത് മുങ്ങിക്കളയുന്നതാണ്. അതായത് ഒന്നും അറിയാത്ത വിദേശികളുടെ അടുത്ത് പോയിട്ട് നമ്മൾ പണം നിക്ഷേപിക്കുന്നു. എല്ലാം ഉള്ള ഒരു ഡബിൾ റിച്ചിൽ നമ്മൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നമ്മൾ നല്ല പ്രോജക്റ്റുകൾ മനസ്സിലാക്കുന്നില്ല, നല്ല പ്രോജക്റ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരുന്നില്ല. മോശം പ്രോജക്റ്റുകളിൽ പോയിട്ട് 1 മാസം കൊണ്ട് ഡബിൾ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഡബിൾ ആവാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള പണം മുതൽ അതിലിട്ടിട്ട് വിദേശികൾ അടിച്ചുകൊണ്ട് പോകും. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവിടെയാണ് ഡബിൾ റിച്ചിൻ്റെ പവർ. ഈ ഡബിൾ റിച്ച് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എക്സ്ചേഞ്ചും എല്ലാം തുടങ്ങിയിട്ടുണ്ട്, സ്വന്തമായിട്ട് ട്രേഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 30 മുതൽ സ്വന്തമായിട്ടുള്ള ട്രേഡിംഗ് എല്ലാ പ്ലാറ്റ്ഫോമും തുടങ്ങിയാണ്. അതായത് വേറെ ലെവൽ. ഇനി മലയാളികളുടെ ഒരു സ്വപ്നം ഒരു വേറെ ലെവലാണ്. മലയാളിയുടെ ഇൻകം ഇൻകം സമ്പാദിക്കാനുള്ള വലിയൊരു ലെവൽ പ്രോഗ്രാമാണ് നമ്മുടെ ഈ ഡബിൾ റിച്ച് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഡബിൾ റിച്ച് തിരഞ്ഞെടുക്കാം. ഇവിടെ നമ്മുടെ കോഴിക്കോടുള്ള ദാദാപുരത്തുള്ളതാണ് ഇതിൻ്റെ ഓണർ. നമുക്കിതിലെ ബിസിനസ്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓർഡറുമായിട്ട് തന്നെ സംസാരിക്കാം. നമ്മളെല്ലാ ലെവലുകളും നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് നമ്മുടെ ഡബിൾ റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 99% സ്കാം ആകുന്നത് നമ്മൾ മുക്കിയിട്ട് പോകുമ്പോഴാണ്, പണം മുക്കിയിട്ട് പോകുമ്പോഴാണ്. അതുപോലത്തെ ഒരു പ്രശ്നവും നമ്മൾ ഡബിൾ റിച്ചിൽ നമ്മൾ മുക്കിയിട്ട് പോയാലല്ലേ ഇത് പോകുന്നുള്ളൂ. അല്ലാണ്ട് പ്രശ്നം കമ്പനിയുടെ ഭാഗത്തുള്ള എന്തെങ്കിലുമായിട്ടുള്ള പ്രശ്നത്തിലൂടെ പോകുന്നുള്ളൂ. അത് 1% മാത്രമാണ്. ബാക്കി 99% ഒരുപാട് ക്യാഷ് ആകുമ്പോൾ ഇത് തട്ടിയിട്ട് മുക്കിയിട്ട് പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ ഡബിൾ റിച്ചിൽ ഉണ്ടാവുന്നില്ല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യഥാർത്ഥ വഴി, ശരിയായ വഴി. പിന്നെ ഇതിൻ്റെ പ്രോജക്റ്റുകളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ്, A to Z ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ, ബിസിനസ്സിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഓണർ തന്നെയുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ട് നമ്മുടെ ഓണർ തന്നെയുണ്ട്. ഓണറുമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഡബിൾ റിച്ച് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ മെയിൻ ഓണർ അദ്ദേഹത്തെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്, A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് സ്കാമായി പോകുന്നൊരു ബിസിനസ് അല്ല. നിങ്ങൾ നല്ല പ്രൊജക്റ്റുകളെ തിരഞ്ഞെടുക്കുക, നല്ല പ്രൊജക്റ്റുകൾ മനസ്സിലാക്കുക. അവിടെയാണ് നമ്മുടെ ഇത്. ഒരുപാട് സ്കാം പ്രൊജക്റ്റുകളിൽ പോയിട്ട് പൈസ കളയേണ്ടത് നിങ്ങൾ നല്ല പ്രൊജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഈ ഡബിൾ റിച്ച് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നല്ല പ്രൊജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു $100 ഇൻവെസ്റ്റ് ചെയ്താൽ പോലും, അതായത് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയായാൽ പോലും അതിന് മാന്യമായിട്ടുള്ളൊരു വരുമാനം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ടീം വർക്കായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് വരുമാനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്കോപ്പുള്ള ഇതാണ് നമ്മുടെ ഡബിൾ റിച്ച് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ $100 ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് $600 നമുക്ക് സീലിംഗ് ലിമിറ്റ്, $600 വരെ അയാൾ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ A to Z കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാം. വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ബൈനറി സിസ്റ്റമാണ്. ബൈനറി എന്ന് പറയുന്നത് 10% നമുക്ക് ബൈനറി ഇതായിട്ട് കിട്ടുന്നത്, റെഫറൽ ഇൻകം ആയിട്ട് കിട്ടുന്നത്. അതിന് തൊട്ട് താഴത്തെ സെക്കൻഡറി ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5% ആണ്. എങ്ങനെ പോലെ നല്ലൊരു ലെവൽ ഇൻകം 54 ലെവൽ വരെ നമുക്ക് ഇൻകം നേടാൻ കഴിയുള്ള, അതുപോലെ തന്നെ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളുമായിട്ടുള്ള ഒരുപാട് ഇതൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രൊജക്റ്റാണ് നമ്മുടെ ഡബിൾ റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.